Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2-ലെ 6th മൊഡ്യൂളിലെ 7th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ ആൻഡ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബ്രേക്ക് വാട്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രേക്ക് വാട്ടർ ആണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് നമ്മൾ ഹീപ്പ് ആൻഡ് മൗണ്ട് ബ്രേക്ക് വാട്ടർ പഠിച്ചു, മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടർ പഠിച്ചു. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടറും സ്പെഷ്യൽ ബ്രേക്ക് വാട്ടേഴ്സും ആണ്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ. ബിഗ് റെഗുലർ വാൾ റൈസ്ഡ് ടു കൺസ്ട്രക്ട് എ ഹാർബർ ബേസിൻ ഓൺ എ സോളിഡ് നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ഫൗണ്ടേഷൻ. അപ്പോൾ വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ആയിട്ടുള്ള ഒരു വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. അപ്പോൾ ഹാർബറും ബേസിന് പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ ചുറ്റും മതിലായിട്ട് ഒരു സോളിഡ് സ്ട്രക്ചർ തന്നെ വാള പോലെയുള്ള സോളിഡ് സ്ട്രക്ചറാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതൊന്നെങ്കിൽ നാച്ചുറൽ ഫൗണ്ടേഷനിലായിരിക്കും, അതല്ലെങ്കിൽ ആ വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഫൗണ്ടേഷനും കൂടി നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യും. ദിസ് വിൽ റെസിസ്റ്റ് ദ ഫോഴ്സ് ആൻഡ് ദെയർ കമ്പോണൻസ് ജനറേറ്റഡ് ബൈ ഇൻകമിങ് വാട്ടേഴ്സ് ആൻഡ് വേവ്സ്. അപ്പോൾ ഈ വാള് എന്താണ്, നമ്മുടെ ആ ഹാർബറിൻ്റെ പുറത്തു നിന്ന് ആക്ട് ചെയ്യുന്ന വാട്ടറിൻ്റെയും വേവ്സിൻ്റെയൊക്കെ ഇൻകമ്മിങ് ഫോഴ്സുകളെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് ഹാർബറിനെ സേഫായിട്ട് നിർത്തും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്, എക്സാമ്പിളല്ല ഫിഗറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാർബറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഹാർബറിൻ്റെ പോർഷൻ, ഇതാണ് സിയുടെ പോർഷൻ. അപ്പോൾ അവിടെ ഒരു അപ്രൈറ്റ് വാളാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. മൗണ്ടിന് പകരം നമ്മളൊരു വാളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വളരെ തിക്നെസ് കുറഞ്ഞ് നല്ല ഹൈറ്റിൽ നമുക്കൊരു വാൾ കൺസ്ട്രക്ട് ചെയ്ത് നിർത്താൻ പറ്റും. ടൈപ്സ് ഓഫ് വാൾ ബ്രേക്ക് വാട്ടർ. ബ്രേക്ക് വാട്ടർ ഓഫ് സ്മോളർ സൈസ് യൂണിറ്റ് വെയിങ് 20 ടൺ ടു 30 ടൺ. അപ്പോൾ ബ്രേക്ക് വാട്ടർ വാൾസിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് 20 to 30 ടൺസിലുള്ള സ്മോൾ സൈസിലുള്ള യൂണിറ്റ്സ്. വാൾ ബ്രേക്ക് വാട്ടേഴ്സ് വിത്ത് ലാർജർ യൂണിറ്റ്സ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള യൂണിറ്റ്സ്, അതിനെ നമുക്ക് ഫർദർ മാസ് കോൺക്രീറ്റ് യൂണിറ്റ്സ് എന്നും കേസൺ യൂണിറ്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിനെ നമുക്ക് ബേസിക്കലി സ്മോളർ യൂണിറ്റ്സ് ഓഫ് 20 to 30 ടൺ, മാസ് കോൺക്രീറ്റ് യൂണിറ്റ്, കേസൺ യൂണിറ്റ്, അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. കോസസ് ഓഫ് ഫെയിലിയർ. ഈ ഒരു വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ ഏതൊക്കെ രീതിയിലാണ് ഫെയിലിയർ ആകാൻ സാധ്യതയുള്ളത്? ഒന്ന്, ഷിയറിംഗ് ഓൺ ജോയിൻറ്റ്സ് ഡ്യൂ ടു ഹൊറിസോണ്ടൽ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്രൈറ്റ് വാൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, റിജിഡായിട്ട്. അപ്പോൾ വേവ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ഒരു ഷിയറിംഗ് ഫോഴ്സ് ഇതിൻ്റെ ജോയിൻറ്റ്സിലൊക്കെ ഉണ്ടാകാനും അത് ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഓവർ ടേണിംഗ് ഓഫ് എൻറ്റയർ മാസ്. ഈ രീതിയിൽ നമ്മളൊരു വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നുള്ള വാട്ടറിൻ്റെയും വേവിൻ്റെയും ഫോഴ്സ് കൊണ്ട് ഈ ഒരു സ്ട്രക്ചർ ഓവർ ടേൺ ചെയ്ത് പോകാം, മൊത്തത്തിൽ മറിഞ്ഞു പോകാൻ പറ്റും. അടുത്ത ഫെയിലിയർ ബൈ ഫ്രാക്ഷൻ. ഡിസ്ലൊക്കേറ്റഡ് ജോയിൻറ്റ്, ലൂസ് ജോയിൻറ്റ്സ്. അപ്പോൾ തെന്നി മാറിയേക്കുന്ന ജോയിൻറ്റ്സും ലൂസായിട്ടുള്ള ജോയിൻറ്റ്സിലൊക്കെ ഫർദർ ആ ക്രാക്ക് വലുതായി ഫ്രാക്ചേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് അപ്ലിഫ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ ലെയർ. അപ്പോൾ നമ്മളിതുപോലെ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്താലും ഇതിനെ പല ലെയറിലായിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ വാട്ടറിൻ്റെ അപ്വേർഡ് ഫോഴ്സ് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു ലെയർ നമുക്ക് അപ്ലിഫ്റ്റ് സംഭവിച്ച് തെന്നി മാറാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിൽ വരാൻ സാധ്യതയുള്ള ഫെയിലിയേഴ്സ്. ഇനി ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് മോട്ടാർ 1:3 ടു ഹോൾഡ് ദ ഹൊറിസോണ്ടൽ ലെയേഴ്സ്, അഡ്ഹസീവ് സ്ട്രെങ്ത് ഓഫ് 650 kN to 760 kN വെർട്ടിക്കൽ കീസ്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട സിമെൻറ്റ് മോട്ടാർ 1:3 റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള 1:3 റേഷ്യോയിലുള്ള സിമെൻറ്റ് മോട്ടാർ വേണം യൂസ് ചെയ്യാൻ. ഇനി ജോയിൻറ്റ്സിലൊക്കെ വെർട്ടിക്കൽ കീസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അടുത്തത്, ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ഓവർ ടേണിംഗ് ദ റിസൾട്ടൻറ്റ് ഷുഡ് ആക്ട് അറ്റ് ദ മിഡിൽ തേർഡ് ഓഫ് ദ ബേസ്. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ DHS പഠിച്ചതാണ്, ഒരു സ്ട്രക്ചർ റീറ്റെയിനിങ് വാളൊക്കെ ഓവർ ടേൺ ഫെയിലിയർ ഉണ്ടാകരുതെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ കമ്പോണൻറ്റ് അതിൻ്റെ ബേസിൻ്റെ മിഡിൽ തേർഡിൽ വേണം ആക്ട് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഓവർ ടേണിംഗ് ഫെയിലിയർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അടുത്തത്, ടു പ്രിവെൻറ്റിംഗ് അപ്ലിഫ്റ്റ് ഇൻക്രീസ് ദ വെയിറ്റ് ഓഫ് ദ എൻറ്റയർ മാസ്. അപ്പോൾ അപ്ലിഫ്റ്റ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണിയുന്ന സ്ട്രക്ചറിൻ്റെ മാസ് വെയിറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്താൽ അതിന് അപ്ലിഫ്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, ടു പ്രിവെൻറ്റ് ഫ്രാക്ചർ. ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ഡബിൾ ജോയിൻറ്റ്സ് ആൻഡ് ജോഗിൾസ്. അപ്പോൾ ഈ ജോയിൻറ്റ്സിലാണ് കൂടുതൽ ഫ്രാക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് പിന്നെ വലുതായി ഫർദർ ഫ്രാക്ചറിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ ജോയിൻറ്റ്സിലും നമ്മൾ ഡബിൾ ജോയിൻറ്റ്സ് കൊടുക്കുക. ഡബിൾ ജോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ജോയിൻറ്റ്സിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെൻറ്റും കോൺക്രീറ്റൊക്കെ വെച്ച് ആ ജോയിൻറ്റിനെ നല്ല സ്ട്രോങ് ആക്കുക. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഫ്രാക്ചർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഫെയിലിയേഴ്സൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള പ്രിവെൻറ്റീവ് മെഷർ.
അടുത്ത എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം ഈ ഒരു വാൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ദ കൺസ്ട്രക്ഷൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹെവി സീ. ഇപ്പോൾ ഹെവി സീസിൽ നമുക്ക് ഈ ഒരു വാൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ അത്ര സ്യൂട്ടബിൾ ഒന്നും അല്ല, അത് ശ്രദ്ധിക്കണം. വെൻ ഡെപ്ത് ഈസ് നോട്ട് ഗ്രേറ്റ് ആൻഡ് ബോട്ടം ഈസ് ഫേം അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ കുഡ് ബി ബിൽഡ്. അപ്പോൾ ഈ അപ്രൈറ്റ് ബ്രേക്ക് വാട്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത്ര ഡെപ്ത് ഇല്ലാത്ത വാട്ടറാണ്. അവിടുത്തെ വാട്ടർ ഡെപ്ത് അധികമൊന്നുമില്ല. പിന്നെ താഴെയുള്ള സീ ബെഡ് നല്ല ഫേമാണ്, സ്ട്രോങ് ആയിട്ടുള്ള സീ ബെഡ് ആണെങ്കിൽ നമുക്ക് അവിടെ അപ്രൈറ്റ് ബ്രേക്ക് വാട്ടർ ടൈപ്പ് വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എഫക്റ്റീവായിട്ട്. സീ ബെഡ് ഷുഡ് ബി റെസിസ്റ്റൻറ്റ് ടു ഇറോഷൻ ആൻഡ് ദ ഫൗണ്ടേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം അൺഈവൻ സെറ്റിൽമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ താഴെ ഒരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സീ ബെഡ് ഇറോഷനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് മണ്ണ് ഇറോഡ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഇതാണെങ്കിൽ കാര്യമില്ല, കാരണം ഇത് നമ്മൾ വെള്ളത്തിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താഴെയുള്ള സോയിൽ ഇറോഡ് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സീൻ്റെ എഫക്റ്റ് കൊണ്ട് സോയിൽ ഇറോഡ് ചെയ്ത് പോയാൽ ഈ ഫൗണ്ടേഷൻ മൊത്തം ഫെയിലിയറായി പോകും. അതേപോലെ ഫൗണ്ടേഷനിൽ അൺഈവൺ സെറ്റിൽമെൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അടുത്തത് ഫോർ സീബെഡ് ഹാവിംഗ് ലോ ബെയറിംഗ് കപ്പാസിറ്റി എ റബിൾ ബേസ് ഈസ് പ്രൊവൈഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ടു വൈഡർ ഏരിയ. ഇനി ബെയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഒരു സോയിലാണ് സീബെഡ് ഉള്ളതെങ്കിൽ നമ്മൾ അവിടെ ഈ വാൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ വാളിന് കുറച്ച് ലെങ്ത് കൂടിയ ഒരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും. റബിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റോൺ മേസൺറി ബ്രിക്ക് മേസൺറി വെച്ചിട്ട് കുറച്ച് വലിയൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന ലോഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുറേ ഏരിയയിലേക്ക് പോകുന്നുണ്ട്, അതവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. അടുത്തത് ഫോർ ലൊക്കേഷൻസ് ഹാവിങ് ടോപ്പ് ബെഡ് ലൈക്ക് ക്ലേ സിൽട്ട് എക്സെട്ര ഡ്രഡ്ജിങ് ഷുഡ് ബി ഡൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ ഇത് അതിൻ്റെ ഏറ്റവും താഴെയുള്ള ബെഡ് ലെവൽ. അപ്പോൾ ഏറ്റവും താഴെയുള്ള ബെഡിൽ ക്ലേയോ സിൽട്ടൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് സോയിലൊക്കെ ഒന്ന് ഡിഗ് ചെയ്ത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റണം. ഡ്രഡ്ജ് ചെയ്ത് മാറ്റി നല്ല സോയിൽ വരുന്നവരെ ഡ്രഡ്ജ് ചെയ്യണം. എന്നിട്ട് അവിടെ വേണം നമ്മുടെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഈ വാൾ അതിൻ്റെ അകത്തേക്ക് ഇറക്റ്റ് ചെയ്ത് വെക്കാൻ. ഡിസൈൻ ഷുഡ് ബി സച്ച് ദാറ്റ് നോ പോർഷൻ ഓഫ് ദ വാൾ മേ ഓവർടേൺ ഡ്യൂ ടു വേവ് പ്രഷർ. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്രൈറ്റ് വാൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഈ ഒരു അപ്രൈറ്റ് വാൾ വേവിൻ്റെ പ്രഷർ കൊണ്ട് ഓവർടേൺ ചെയ്ത് പോകരുത്. അപ്പോൾ വേവിൻ്റെ ഓവർടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ. വാൾ ബ്രേക്ക് വാട്ടേഴ്സ് ഓഫ് സ്മോളർ യൂണിറ്റ്സ് ദാറ്റ് ഈസ് 20 to 30 tons മസ്റ്റ് ഹാവ് പ്രോപ്പർ ബോണ്ടിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 30 to 20 ടൺസിലുള്ള യൂണിറ്റ് വെയിറ്റിലുള്ള വാൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഏറ്റവും സ്മോളർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളതിനെ പ്രോപ്പർ ബോണ്ടിങ് സിമെൻറ്റും കോൺക്രീറ്റൊക്കെ വെച്ച് നല്ല ബോണ്ടിങ് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇനി ഒരു വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഈ ഒരു വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കുറക്കാം. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചേക്കാം മൗണ്ടാണ് അല്ലേ. ഇതുപോലത്തെ വലിയൊരു മൗണ്ട് നമ്മൾ സ്റ്റോൺസും സാൻഡും വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാരപ്പറ്റോ പ്ലാറ്റ്ഫോമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ഹ്യൂജ് മെറ്റീരിയൽസ് നമുക്കാണ് ആവശ്യമുണ്ട്. വാളെന്ന് പറയുമ്പോൾ വളരെ തിക്നെസ് കുറച്ച് ഹൈറ്റ് കൂട്ടിയൊരു സ്ട്രക്ചറാണ് പണിയുന്നത്. ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി മാസമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. അടുത്തത് അവോയ്ഡ് ചാൻസസ് ഓഫ് അൺഈവൻ സെറ്റിൽമെൻറ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ മൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു കല്ലിളകി പോയാൽ ചിലപ്പോൾ ഇത്രയും പോർഷൻ താഴത്തേക്ക് സെറ്റിൽ ചെയ്ത് പോകും. വോളെന്ന് പറയുമ്പോൾ റിജിഡ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും അതിനകത്ത് അൺഈവൻ സെറ്റിൽമെൻറ്റ് ഉണ്ടാവില്ല. അടുത്തത് ഇൻക്രീസ് ദ സൈസ് ഓഫ് ഹാർബർ ബേസ്. അപ്പോൾ നമുക്കറിയാം ഇത് സീഷോറാണ്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. മൗണ്ട് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം വലിയ മൗണ്ട് ആയിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ ഹാർബറിൻ്റെ സ്പേസ് തന്നെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ വെർട്ടിക്കൽ വാളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ തിക്നെസ് കുറവായിരിക്കും. ഇതേ തിക്നെസ് തന്നെയായിരിക്കും ബോട്ടത്തിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഏരിയ നമുക്ക് ഹാർബറിൽ ഷിപ്സിന് വേണ്ടി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി കിട്ടും. അടുത്തത് ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പോൾ വാൾസ് നമ്മൾ കോൺക്രീറ്റ് വെച്ച് റിജിഡായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ കല്ലിളകി പോയോ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ മൗണ്ട് ടൈപ്പിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിൻ്റെ ആക്ഷൻ കൊണ്ട് ചിലപ്പോൾ കല്ലുകളൊക്കെ ഇളകി പോയി കഴിഞ്ഞാൽ അതേ പോയിന്റിൽ നമുക്ക് വീണ്ടും കല്ലുകളൊക്കെ ആഡ് ചെയ്യുകയും ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കോസ്റ്റ് ലെസ്സാണ്. അടുത്തത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ബിൽഡിങ് എ ഗുഡ് ഹൈറ്റ് ഓഫ് വാൾ അണ്ടർ വാട്ടർ. അപ്പോൾ ഈ വാട്ടറിൻ്റെ താഴെ നമുക്കൊരു നല്ല ഹൈറ്റിൽ ഈ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ട് വാട്ടറിൽ കോൺക്രീറ്റ് ചെയ്യുന്നതൊക്കെ. അടുത്തത് റിക്വയർ സ്പെഷ്യൽ കെയർ ആൻഡ് കോസ്റ്റ്ലി മെത്തേഡ് ഫോർ കൺസ്ട്രക്ഷൻ.
ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ കെയർ ചെയ്യേണ്ടി വരും വെള്ളത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട്. കാരണം എന്തെങ്കിലും ചെറിയൊരു എറർ ഉണ്ടായാൽ അത് ഫർദർ ഡാമേജ് ഉണ്ടാവും. അതേപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസൊക്കെ നോർമൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ കോസ്റ്റ്ലിയറാണ്. ഇതാണ് അതിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ സീ സൈഡാണ്, ഇവിടെ നിന്നാണ് വേവ്സ് ഒക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ഹാർബർ സൈഡ്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു അപ്രൈറ്റ് വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സീയിനോട് അടുത്ത് കിടക്കുന്ന പോയിന്റ് നമ്മളിതൊരു പാരപ്പറ്റ് കൊടുക്കും. ഇവിടെ ഒരു കോൺക്രീറ്റ് ടോപ്പിംഗ് കൊടുക്കും. ഇതാണ് നമ്മുടെ വാൾ. ഇത് ഹൈ വാട്ടർ ലെവൽ, ഇത് ലോ വാട്ടർ ലെവൽ. പിന്നെ ഇതേപോലെ വെർട്ടിക്കൽ ജോയിൻസ് ഉള്ളിടത്ത് ഇതേപോലത്തെ ചെറിയ ചെറിയ ജോയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനാണ് ജോഗിൾസ് എന്ന് പറയുന്നത്. ഇതുള്ളതുകൊണ്ട് ഇതൊരിക്കലും ഇതിൻ്റെ ഫോഴ്സ് കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറത്തില്ല. ഷിയർ ഫോഴ്സ് വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടോ തെന്നി മാറത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ടൈപ്പ് ഫിഗറാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മേസൺട്രി ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. ആദ്യം മേസൺട്രി ഫൗണ്ടേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളൊരു അപ്രൈറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു ടൈപ്സ് ഓഫ് വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്മോളർ സൈസ് യൂണിറ്റ്സ്, രണ്ടാമത്തത് ലാർജർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ ലാർജർ യൂണിറ്റ്സിൽ നമ്മൾ 2 ടൈപ്പാണ് പറഞ്ഞത്, മാസ് കോൺക്രീറ്റ് യൂണിറ്റ്സും കേസൺ യൂണിറ്റ്. അപ്പോൾ ഇനി അത് എന്താണെന്നാണ് നോക്കുന്നത്. വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടേഴ്സ് ഓഫ് ലാർജ് യൂണിറ്റ്സ്, അതിൻ്റെ ഫസ്റ്റ് വൺ മാസ് കോൺക്രീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഷീറ്റ് പൈൽസ് ആർ ഡ്രിവൺ അപ് ടു ഹാർഡ് ബെഡ്, അഡ്ജസൻറ്റ് ഷീറ്റ് പൈൽസ് ആർ ഇൻ്റർലോക്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗറിലേക്ക് പോവാം. ഇതേപോലെ നമുക്ക് എവിടെയാണോ ഈ ഷീറ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇതുപോലത്തെ ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഷീറ്റ് പൈൽ ഇട്ടു, അടുത്ത ഷീറ്റ് പൈൽ ഇതുമായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടു, അടുത്ത ഷീറ്റ് പൈൽ ഇതുമായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട പോയിന്റ് നമ്മൾ ഷീറ്റ് പൈൽസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു അതിര് വെച്ച് പോകും. നമ്മുടെ ഫോം വർക്ക് ചെയ്യുന്ന പോലെ ഷീറ്റ് പൈൽസ് ഇങ്ങനെ നമ്മുടെ റിക്വയർഡ് ഡെപ്തിൽ, നമ്മുടെ ഹാർഡ് സോയിൽ എവിടം വരെ ഉണ്ടോ ആ ഒരു ഡെപ്തിൽ നമ്മൾ ഷീറ്റ് പൈൽ ഡിപ്പ് ചെയ്ത് വെക്കും. ഷീറ്റ് പൈൽ എന്ന് വെച്ചാൽ അതിൻ്റെ തിക്നെസ് ഒന്നും കാണില്ല. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതുപോലത്തെ ഷീറ്റ്സ് നമ്മളിങ്ങനെ ഹാർഡ് ബെഡ് വരെ നമ്മളിങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് അടുത്ത ഷീറ്റ് പൈൽ ഇടും. ചിലപ്പോൾ വെള്ളം ഇവിടം വരെയൊക്കെ ആയിരിക്കും ഉള്ളത്. ഇതായിരിക്കും അതിൻ്റെ ബെഡ്, സ്ട്രോങ് ആയിട്ടുള്ള ബെഡ് വരുന്നത്. ഇൻ്റർലോക്സ് ആർ ഡിസൈൻ സച്ച് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ടൈറ്റർ ആസ് ദ വാട്ടർ പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ പ്രത്യേകത, നമ്മളിവിടെ കൊടുക്കുന്ന ഇൻ്റർലോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ള വാട്ടർ പ്രഷർ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് ഇത് കൂടുതൽ സ്ട്രോങ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. അത്രയും കൂടുതൽ ഫിക്സ് തന്നെ ഇരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ഇൻ്റർലോക്സ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. വെൻ ഡ്രഡ്ജിങ് റീച്ചസ് ഹാർഡ് ബെഡ്, സിമെൻറ്റ് കോൺക്രീറ്റ് ഈസ് ലെയ്ഡ് ബിറ്റ്വീൻ ദ ഷീറ്റ് പൈൽ വാൾസ്. Cement used in this concrete is such that it gets set and the harden in pressure of salt water. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതാ, ഇങ്ങനെ ഒരു ഷീറ്റ് പൈൽസ് നമ്മൾ ഡ്രിവൺ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഇതാ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഒരു ഷീറ്റ് പൈൽ നമ്മൾ ഇവിടെ ഡ്രിവൺ ചെയ്തു, ഒരു ഷീറ്റ് പൈൽ ഇവിടെ ഡ്രിവൺ ചെയ്തു. ഇനി ഇതിങ്ങനെ അങ്ങ് പോകും. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാർഡ് റോക്ക് എവിടെയാണോ കിട്ടിയത് ഡ്രഡ്ജ് ചെയ്ത് നല്ല മണ്ണ് താഴെ കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യും ഈ 2 ഷീറ്റ് പൈലിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഷീറ്റ് പോലെ തൊട്ടപ്പുറത്ത് ഒരു ഷീറ്റ് ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യും. ആ കോൺക്രീറ്റ് ആ വാളിൻ്റെ അത്രയും ഹൈറ്റിലിരുന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ഷീറ്റ് പൈൽസ് നമ്മളെടുത്ത് റിമൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്, വെള്ളത്തിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഹാർഡനായിട്ടുള്ള സിമെൻറ്റാണ് നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോൾട്ടിൻ്റെ പ്രസൻസ് കൊണ്ട് അത് കുറച്ചുകൂടി ഹാർഡനാവും. അപ്പോൾ അതേപോലത്തെ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റും ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റൊക്കെയാണ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1000 kilonewton കോൺക്രീറ്റ് ബാഗ്സ് ആർ ഡെപ്പോസിറ്റഡ് ബൈ സ്പെഷ്യൽ കൂപ്പർ ബാഗ്സ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് 1000 kilonewton കോൺക്രീറ്റ് ബാഗ്സ് ആണ് നമ്മൾ ഈ ഒരു ഷീറ്റ് പൈൽസിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ ഹൂപ്പർ ബാർജസ് പറഞ്ഞ പോലെയാണ്. എബവ് ദിസ് സോളിഡ് വാൾ ഈസ് കൺസ്ട്രക്റ്റഡ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സോളിഡ് വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. സിമെൻറ്റ് മോട്ടാർ ഊസിങ് ഔട്ട് ഓഫ് ദ പോർസ് ഓഫ് ദ ബാഗ്സ് ഫോംസ് മോട്ടാർ ജോയിൻറ്റ്. ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ വാൾസ് ഡിപ്പ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ബാർജ് ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് മാസ് കോൺക്രീറ്റിങ്ങിൽ വരുന്നത്. അടുത്തത് കേസൺ വാൾ ബ്രേക്ക് വാട്ടർ.
ഹോളോ RCC ബോക്സസ് ഓപ്പൺ അറ്റ് ടോപ്പ്, ക്ലോസ്ഡ് അറ്റ് ഓൾ അതർ സൈഡ്സ് ആർ കാസ്റ്റഡ് ഓൺ ഷോർ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു RCCയുടെ ബോക്സ് ഉണ്ടാക്കും, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു ബോക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഈ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് സർഫസ് ഓപ്പൺ ആണ്, ബാക്കി എല്ലാ സൈഡും നമ്മൾ കോൺക്രീറ്റ് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇത് നമ്മൾ സീ ഷോർ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഫ്ലോട്ടഡ് ടു ദ സൈറ്റ്, ഇതിനെ നമ്മൾ സൈറ്റിലേക്ക്, എവിടെയാണോ നമുക്ക് ഈ വാൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് നമ്മൾ ബാർജ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരും. ആൻഡ് ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ സിങ്കിങ് ബൈ ഇറ്റ്സ് ഓൺ വെയിറ്റ്. അതിനെ നമുക്ക് ഏത് പൊസിഷനിലാണോ നമുക്ക് ഇറക്റ്റ് ചെയ്യേണ്ടത്, വാൾ വേണ്ടത്, ആ പൊസിഷനിൽ നമ്മളതിനെ സിങ്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഓൺ വെയിറ്റ് വെച്ചിട്ട് അത് താഴത്തേക്ക് സിങ്ക് ചെയ്തോളും. ദെൻ ദ യൂണിറ്റ്സ് ആർ പ്ലേസ്ഡ് വൺ next to other along the alignment of breakwater wall. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് വാൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ബാർജ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ കൊണ്ട് ഡിപ്പ് ചെയ്തു, അടുത്ത യൂണിറ്റ് ഇവിടെ കൊണ്ട് ഡിപ്പ് ചെയ്തു, അടുത്ത യൂണിറ്റ് ഇവിടെ കൊണ്ട് ഡിപ്പ് ചെയ്തു പോയി. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ആണ്, ബോട്ടം സൈഡൊക്കെയാണ് ക്ലോസ്ഡ്. ഇതേപോലെ നമ്മൾ ബോക്സുകൾ വെള്ളത്തിൻ്റെ താഴെ നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബോക്സിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫില്ലർ മെറ്റീരിയൽസ് ആയിട്ടുള്ള സ്റ്റോൺസും കോൺക്രീറ്റും RCC ഒക്കെ വെച്ച് ഫില്ല് ചെയ്യും. Then it is then filled by stones or concrete or RCC. ഇനി ആ കേസൻ നമ്മൾ ഉപയോഗിക്കുന്ന RCC ബോക്സിൻ്റെ ഓരോ കേസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 meter to 30 meter ആണ്, വിത്ത് ക്രോസ് സെക്ഷൻ വാൾസ് അറ്റ് എവരി 3 to 4 meter. അതിൻ്റെ അപ്രോക്സിമേറ്റ് ഹൈറ്റ് വരുന്നത് 10 meter ആണ്. ഇതുപോലെ ഇരിക്കും ആ ഒരു കൺസ്ട്രക്ഷൻ. നമ്മൾ ആദ്യം എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെ നമ്മളിത് ഡിപ്പ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മെറ്റീരിയൽ കൂടെ നടക്കും, അടുത്ത ഡിപ്പ് ചെയ്യും, അതിൻ്റെ അകത്തേക്ക് മെറ്റീരിയൽ നടക്കും, അതിൻ്റെ അകത്തേക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ ആ ഒരു കോൺക്രീറ്റ് കേസ്. ഇതേപോലത്തെ ബ്ലോക്കുകളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക് ആയിരിക്കും, താഴെ ഒരു ഫൗണ്ടേഷൻ പോലത്തെ സാധനമൊക്കെ ഉണ്ട്, ഇതിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ ഹോളുണ്ട്. ഈ കോൺക്രീറ്റ് ബ്ലോക്കാണ് നമ്മൾ കടലിൻ്റെ താഴെ കൊണ്ട് ഡിപ്പ് ചെയ്യുന്നത്. ഇനി ഡിപ്പ് ചെയ്ത് അതിൻ്റെ പൊസിഷനിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാൻഡും കോൺക്രീറ്റൊക്കെ ഫില്ല് ചെയ്ത് ഇത് മൊത്തം ഫില്ല് ചെയ്ത് നടക്കും. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കിതാ ഇവിടെ ഒരു കോൺക്രീറ്റ് കേസൻ നമ്മൾ ഫില്ല് ചെയ്തു, ഇതിൻ്റെ അകത്തേക്ക് കോൺക്രീറ്റൊക്കെ ഇട്ട് നിറച്ചു. അത് കഴിയുമ്പോൾ അടുത്ത് ഇവിടെ ഇടും, ഇത് നിറച്ചു, ഇവിടെ ഇടും, ഇത് നിറച്ചു, ഇവിടെ ഇടും, ഇത് നിറച്ചു. ആ രീതിയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യും. ഇനി ഇത് മുഴുവൻ ഫില്ലായി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലടുത്ത് ഇപ്പോൾ നല്ല ഹ്യൂജ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇത് അവിടെ തന്നെ വെയിറ്റിൽ ചെയ്ത് ഇരുന്നു. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ മൗണ്ട് ആൻഡ് വെർട്ടിക്കൽ വാൾ ടൈപ്പ് കൺസ്ട്രക്ഷൻ. അപ്പോൾ മൗണ്ട് ടൈപ്പ് ബ്രേക്ക് വാട്ടറും വെർട്ടിക്കൽ വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ വേവ്സ് ബ്രേക്സ് അറ്റ് ദ ബ്രേക്ക് വാട്ടർ. ഇപ്പോൾ സീയിൽ നിന്നുണ്ടാകുന്ന വേവ്സ് ഒക്കെ ബ്രേക്ക് വാട്ടറിൽ തട്ടിയിട്ട് അത് ബ്രേക്ക് ചെയ്ത് പൊക്കോളും. ഇനി വെർട്ടിക്കൽ ടൈപ്പ് വാളിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിഫ്ലക്ട് ദ വേവ് എനർജി. ആ ഒരു വാളിൽ വന്ന് ഇടിക്കുന്ന വേവ് എനർജി അതിൽ ഹിറ്റ് ചെയ്ത് അത് തിരിച്ച് കൊടുത്തേക്കുമാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് മൗണ്ട് ടൈപ്പ് ബ്രേക്ക് വാട്ടറിൽ ലാർജ് എൻട്രൻസ് വേണം ക്രിയേറ്റ് ചെയ്യാൻ, വെർട്ടിക്കൽ ടൈപ്പ് ബ്രേക്ക് വാട്ടറിൽ നാരോ എൻട്രൻസ് മതി. ഇനി മൗണ്ട് ടൈപ്പിൽ റെഗുലർ മെയിൻ്റനൻസ് വേണം, കാരണം സ്റ്റോണും സാൻഡും ഒന്നും നമ്മൾ പക്ക കോൺക്രീറ്റ് ഒന്നും ചെയ്ത് ഫിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻ്റനൻസ് റെഗുലറായിട്ട് വേണം. മെയിൻ്റനൻസ് ഈസ് പ്രാക്ടിക്കലി എലിമിനേറ്റഡ്. ഈ വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിൽ കൺസ്ട്രക്ട് ചെയ്താൽ അത് റിജിഡാണ്, അവിടെ നമുക്ക് കണ്ടിന്യൂസ് മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്തത് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഓൺ എനി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. മൗണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷന് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണമെന്നൊന്നുമില്ല, അപ്പോൾ ഏത് സോയിലും ഏത് ടൈപ്പ് ഫൗണ്ടേഷനിലും നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം. വാൾ ടൈപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഫേം ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ വേണം. അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള സീബെഡ് ഇല്ലെങ്കിൽ നമ്മളതിനെ ഡ്രഡ്ജ് ചെയ്ത് നല്ല ഹാർഡായിട്ടുള്ള സ്ട്രാറ്റ കിട്ടുന്നവരെ ഡ്രഡ്ജ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് റെക്കമെൻഡഡ് വേർ പ്ലെൻറ്റി ഓഫ് റോക്സ് അവൈലബിൾ. ഒരുപാട് റോക്സ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ഉള്ളതാണ് ഈ മൗണ്ട് ടൈപ്പ് കൺസ്ട്രക്ഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. റെക്കമെൻഡഡ് വെൻ ദർ ഈസ് ഷോർട്ടേജ് ഓഫ് റോക്ക്. ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിലേക്ക് പോകുള്ളൂ. ഇവിടെ റിക്വയർഡ് അൺസ്കിൽഡ് ലേബേഴ്സ്. നമുക്ക് മൗണ്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അത്ര സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ അപ്രൈറ്റ് വാൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്കിൽഡ് ലേബേഴ്സ് വേണം, കാരണം ഇത് അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും സൂപ്പർവൈസേഴ്സൊക്കെ ആവശ്യമുണ്ട്. ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റ് ടൈപ്പ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ബ്രേക്ക് വാട്ടർ. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രേക്ക് വാട്ടറിൽ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ബ്രേക്ക് വാട്ടർ, ഹൈഡ്രോളിക് ബ്രേക്ക് വാട്ടർ, ന്യൂമാറ്റിക് ബ്രേക്ക് വാട്ടർ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡ്രൈവ് ചെയ്തെടുക്കാനുള്ള കാരണം ഇത്രയും വെള്ളമുണ്ട് അല്ലേ, ഇത്
അത് തിര വരുന്നത് ഈ ഒരു ഹൈറ്റിലാണ്, അതായത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്കുള്ള പോർഷനിലാണ് വേവിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ താഴത്തെ ഡെപ്തിൽ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറൊക്കെ വെറും വേസ്റ്റാണ്, അതൊന്നും ഫോഴ്സിന് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് താഴെ നമ്മളൊരു സോളിഡ് ആയിട്ടുള്ള പൈൽ അടിച്ചിട്ട് ഇതേപോലെ നമ്മൾ റോഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുകളിലൊരു പ്ലാറ്റ്ഫോം കൺസ്ട്രക്ട് ചെയ്യും. അതിൻ്റെ മുകളിലാണ് നമ്മുടെ വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത്രയും പോർഷൻ എം ടി ആണ്, അല്ലെങ്കിൽ അവിടെ നമുക്ക് റോഡ്സിൻ്റെയൊക്കെ കുറച്ച് എഫക്റ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന എന്തെങ്കിലും വേവ് ഉണ്ടെങ്കിൽ അതിങ്ങനെ അകത്തേക്ക് പൊക്കോളും, ഇവിടെ വരുന്ന വേവ് ഇതിൽ ഹിറ്റ് ചെയ്ത് തിരിച്ചു പൊക്കോളും. അപ്പോൾ അതാണ് ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ എം ടി ആയിരിക്കും, അതിൻ്റെ മുകളിലേക്ക് വാട്ടർ ലെവലിൻ്റെ വരുന്ന ആ പോർഷനിൽ മാത്രമാണ് നമ്മളൊരു ബ്രേക്ക് വാട്ടറായിട്ടൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. It consists of floating bulk heads at 5 to 10 meter depth. അപ്പോൾ 5 to 10 meter ഡെപ്തിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ബൾക്ക് ഹെഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്, പ്രോപ്പർലി ആങ്കേർഡ് ബിലോ 10 മീറ്റർ. ഓക്കെ, ഈ ഒരു ഫിഗറിൽ ഇത് ഈ കാണുന്നതാണ് 5 to 10 മീറ്റർ ഡെപ്തിലുള്ള ബൾക്കായിട്ടുള്ള ഹെഡ്. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് താഴെ ആങ്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പോയിന്റിലും റോഡ്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആങ്കർ ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സച്ച് ബ്രേക്ക് വാട്ടേഴ്സ് കനോട്ട് ബി ടു സ്ട്രോങ്. ഇതുപോലത്തെ ബ്രേക്ക് വാട്ടറിന് കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഒരുപാട് സ്ട്രോങ് ഒന്നുമല്ല, നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റോമൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാമേജ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഹെൻസ് കൺസ്ട്രക്റ്റഡ് ഓൺ സ്മോൾ ഹാർബേഴ്സ്. അപ്പോൾ ചെറിയ ഹാർബറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ബ്രേക്ക് വാട്ടറൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കുറച്ച് ഫിഗറായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ താഴെ ഇതുപോലെ ആങ്കറിങ് റോപ്സ് ആയിരിക്കും, പിന്നെ അതിൻ്റെ മുകളിലൊരു ബൾക്കായിട്ടുള്ള ഹെഡ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും പോർഷനിലെ ശരിക്കും വാളുള്ളൂ, ഇതൊക്കെ എം ടി ആണ്. അപ്പോൾ യൂഷ്വലി വാട്ടർ ലെവലൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ സീൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാണെങ്കിലും ഇത് റെസിസ്റ്റ് ചെയ്തോളൂ. അടുത്ത ഹൈഡ്രോളിക് ബ്രേക്ക് വാട്ടർ. ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടറിൻ്റെ എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് വാട്ടർ പർപ്പസ് മീറ്റ് ചെയ്യുന്നത്. ദ വേവ്സ് ഓഫ് സീ വാട്ടർ ആർ ഇൻ ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പോൾ നമ്മുടെ ഹാർബറിലേക്ക് അടിക്കുന്ന ആ ഒരു സീയുടെ വേവ്സ്, തിരമാല എന്ന് പറഞ്ഞാൽ അതൊരു മോഷനിലാണ് ഉള്ളത്. ദേ വിൽ റൊട്ടേറ്റ് ഇൻ ദെയർ ഓൺ ആക്സിസ് പ്രൊഡ്യൂസ് ഹൈ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഈ ഉണ്ടാകുന്ന വേവ്സ് അതിൻ്റെ ആക്സിസ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിലേക്ക് ഹിറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്. ഇൻ ഓർഡർ ടു നള്ളിഫൈ ദിസ് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആർട്ടിഫിഷ്യൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി ഇതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ വേറൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേവ്സ് കൊണ്ടുണ്ടാകുന്ന ഓക്സിലേറ്ററി ഫോഴ്സുകളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് സീറോ ആക്കാൻ പറ്റും. ദിസ് വിൽ ഡെവലപ്പ് എ സൈലൻറ്റ് സോൺ ഓഫ് വാട്ടർ ഓഫ് ഹാർബർ ബേസിൻ. അപ്പോൾ ഇങ്ങനെ വേവിൽ നിന്നുണ്ടാകുന്ന ഫോഴ്സിനെയൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് ഫോഴ്സ് കൊണ്ട് റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്റ്റിൽ വാട്ടർ ബേസിൻ ഹാർബറിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദ ആർട്ടിഫിഷ്യൽ വേവ്സ് ആർ. അപ്പോൾ ഈ ഇങ്ങനെ ആർട്ടിഫിഷ്യലി നമ്മൾ വേവ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ബൈ സപ്ലൈയിങ് വാട്ടർ ത്രൂ പൈപ്സ് ആൻഡ് നോസിൽസ് വിത്ത് റിക്വയർഡ് ഹെഡ് ഒബ്റ്റെയിൻഡ് ത്രൂ ഓവർ ഹെഡ് ടാങ്ക്. ഇതൊരു ഓവർ ഹെഡ് ടാങ്കാണ്. ഇതിൻ്റെ അകത്തുനിന്നൊരു പൈപ്പ് ഇതുപോലെ പോകുന്നുണ്ട്. ഇവിടെ ഫ്ലോട്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ പൈപ്പിനെ ഫ്ലോട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലോട്ടുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ മുകളിൽ ഓരോ പോയിന്റിൽ നോസിൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വേവ്സ്, ഇങ്ങനെ വേവ്സ് ഉണ്ടാകുമ്പോൾ ഈ നോസിൽ നിന്നുള്ള വാട്ടർ ജെറ്റ് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഫോഴ്സും ഇതിൻ്റെ വെർട്ടിക്കൽ ഫോഴ്സും തമ്മിൽ നള്ളിഫൈ ചെയ്ത് നമുക്കിവിടെ ഒരു സ്റ്റില്ലായിട്ടുള്ള വാട്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ പമ്പ് ചെയ്യുകയാണ്. പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓവർ ഹെഡ് ടാങ്കും ഒരു പൈപ്പും അതിൻ്റെ അകത്ത് കുറേ നോസിൽസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഫോഴ്സിൽ നമുക്ക് ഈ നോസിലിൽ നിന്ന് വെള്ളം പോകണോ അത് ഇവിടെ ഉണ്ടാകുന്ന വേവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എത്ര ഫോഴ്സിലാണോ വേവ് വരുന്നത് അത്രയും ഫോഴ്സിൽ നോസിൽ ഈ വെള്ളം മുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നള്ളിഫൈ ചെയ്ത് കളയാൻ പറ്റും. ഇനി ബൈ അപ്ലൈയിങ് കംപ്രസ്ഡ് എയർ. ഇതിപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. അതിന് പകരം ഈ നോസിലിൽ കൂടെ കംപ്രസ്ഡ് എയർ പമ്പ് ചെയ്താലും ഇവിടെ നിന്നുണ്ടാകുന്ന വാട്ടർ വേവ്സിൻ്റെ ഫോഴ്സിന് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. ബൈ സപ്ലൈയിങ് കംപ്രസ്ഡ് എയർ അറ്റ് റിക്വയർഡ് ഹെഡ്. ആവശ്യത്തിനുള്ള പ്രഷറിൽ നമുക്ക് കംപ്രസ്ഡ് എയറും അതിനകത്തേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റ് ടൈപ്പ് ന്യൂമാറ്റിക് ബ്രേക്ക് വാട്ടർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ എയർ ഈസ് അപ്ലൈഡ് അറ്റ് റിക്വയർഡ് പ്രഷർ. അപ്പോൾ ന്യൂമാറ്റിക് ടൈപ്പ് ബ്രേക്ക് വാട്ടറിൽ നമ്മളിപ്പോൾ വാട്ടർ
ഉപയോഗിച്ചിട്ടാണ് വേവ്സിൻ്റെ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്തത്. അതിന് പകരം നമ്മൾ എയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് ബ്രേക്ക് വാട്ടറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സോഫാർ ബ്രേക്ക് വാട്ടറിൽ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഫോഴ്സസ് ആക്ടിങ്, സെലക്ഷൻ ക്രൈറ്റീരിയ, അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ ടൈപ്സ്, ഇപ്പോൾ 4 ടൈപ്പാണ് മെയിനായിട്ട് വന്നത്. ഹീപ്പ് ആൻഡ് മൗണ്ട് ടൈപ്പ് ബ്രേക്ക് വാട്ടർ, പിന്നെ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ, പിന്നെ അപ്രൈറ്റ് വാളും സ്പെഷ്യൽ ടൈപ്പ് ബ്രേക്ക് വാട്ടർ. അതുകൂടാതെ നമ്മൾ മൗണ്ട് കൺസ്ട്രക്ഷൻ 2 മെത്തേഡ് പഠിച്ചു, ബാർജ് മെത്തേഡും സ്റ്റേജിങ് മെത്തേഡും. അപ്പോൾ ഇത്രയാണ് ഓവറോൾ നമുക്ക് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.